ബംഗ്ലാദേശി ഭീകര സംഘടനകൾ കേരളത്തിലും വേരുറപ്പിക്കുന്നു. അൻസാർ അൽ ഇസ്ലാം എന്നും അറിയപ്പെടുന്ന അൻസാറുള്ള ബംഗ്ലാ ഭീകരവാദികളും നുഴഞ്ഞു കയറിയെന്നും നിഗമനം. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷണം ശക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ബംഗ്ലാദേശി ഭീകര സംഘടന കേരളത്തിൽ വേരുറപ്പിക്കുന്നു എന്നുള്ള വാർത്ത നിരന്തരമായി നൽകുന്നത് ജനൻ ടി വിയാണ്. ബംഗ്ലാദേശികൾ ഇവിടെ കേരളത്തിൽ വന്ന് യാതൊരുവിധ തടസ്സവുമില്ലാതെ, ഒരു രേഖയുമില്ലാതെ അവർക്ക് എവിടെയും ജീവിക്കാം, എന്ത് ജോലിയും ചെയ്യാം, ആരും അവരെ ഒന്നും ചോദ്യം ചെയ്യില്ല. ആ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. പക്ഷേ അതിൻ്റെ മറവിൽ ഭീകര സംഘടനകൾ ഇങ്ങോട്ടേക്ക് വേരുറപ്പിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ ജിജീഷ്? വിനോദ്, ശരി, പറഞ്ഞതുപോലെ തുടർച്ചയായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം, ഏറ്റവും ഒടുവിലാണ് ഈ അൻസാറുള്ള ബംഗ്ലാ എന്ന സംഘടന അടക്കം ഇവിടെ വേരുറപ്പിക്കുന്നതിൻ്റെ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലാണ് ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളിലെ അംഗങ്ങളായ ആളുകൾ കൂടി കേരളത്തിൽ താവളമാക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ അടക്കം ഇക്കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കാരണം ആദ്യം വിഘടനവാദികൾ, ഒപ്പം തന്നെ അവിടെ കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ച നിരന്തരമായ സമരങ്ങളുടെ പേരിൽ, സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ എല്ലാം തന്നെ കലാപങ്ങൾ അഴിച്ചുവിട്ട ആളുകളെല്ലാം സുരക്ഷിത കേന്ദ്രമായി കേരളത്തിലേക്ക് എത്തിയതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. എന്നാൽ ഇവരെ ഒന്നും കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ഒരു ഘട്ടത്തിലും സംസ്ഥാനത്ത് നടക്കുന്നില്ല. സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയും കാര്യക്ഷമമായും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കൃത്യമായി ഇത്തരം ആളുകളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ ഏതാനും ദിവസത്തിനുള്ളിൽ മാത്രം എറണാകുളം ജില്ലയിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ബംഗ്ലാദേശികളുടെ എണ്ണം പരിശോധിച്ചാൽ മാത്രം മനസ്സിലാവും. അത് പിടിക്കപ്പെട്ടവരുടെ എണ്ണം മാത്രമാണ്. 20-30 എണ്ണം വരുന്നത് പിടിക്കപ്പെട്ടവരുടെ എണ്ണം മാത്രമാണ്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഇവിടെ തങ്ങുന്നുണ്ട്. അതിൽ ഏതെല്ലാം പശ്ചാത്തലമുള്ള ആളുകളുണ്ട് എന്നത് തന്നെയാണ് ദുരൂഹത ബാക്കിയാക്കി നിൽക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കാണെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസിക്കാണെങ്കിലും എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ വിഘടനവാദം നടത്തുന്നതിന് വേണ്ടിയും ഭാരതത്തിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നിരന്തരമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ കലാപങ്ങൾ നടത്തുന്നതിനുമെല്ലാം ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ചില ഭീകര സംഘടനകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അൽഖ്വയ്ദയുമായി ബന്ധമുള്ള, അൽഖ്വയ്ദയുടെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്ന, അൽഖ്വയ്ദ പല പേരുകളിൽ പടച്ചുവിടുന്ന നിരവധി സംഘടനകളുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് ഈ ബംഗ്ലാ ഉൾപ്പെടെയുള്ള അൻസാറുള്ള ബംഗ്ലാ അടക്കമുള്ള സംഘടനകൾ എന്ന് പറയുന്നത്. ഈ സംഘടനകളാണ് കേരളത്തിലും അതിൻ്റെ അംഗങ്ങൾ പൂർണ്ണമായി തന്നെ ഒരുമിച്ച് വന്നൊരു സംഘടനയായി രൂപീകൃതമാവുകയല്ല ചെയ്യുന്നത്. അതിലെ അംഗങ്ങളായ ആളുകളെ ആദ്യം ഇവിടെ നുഴഞ്ഞു കയറി എത്തിക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും അവർക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം പരിശോധനകൾ കൃത്യമായി നടക്കാറില്ല. ഇത്തരത്തിൽ വിവിധ ഭാഷാ തൊഴിലാളികൾ തമ്പടിക്കുന്ന കേന്ദ്രങ്ങളിലാണ്, അല്ലെങ്കിൽ ബംഗാളികൾ എന്ന വ്യാജേനയാണ് അവർ കഴിഞ്ഞിരുന്നത്, അവരിൽ പലരും കഴിയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുകയും പ്രത്യേകിച്ച് ബംഗാളിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുകയും അവിടെ ബംഗ്ലാദേശികളായ ആളുകളെ കണ്ടെത്തി തിരിച്ചയക്കുകയും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും എല്ലാം ചെയ്തപ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു പ്രതിധ്വനി എന്നോണം, പ്രതിഫലനം എന്നോണം ഇവിടെയും ചില പരിശോധനകൾ നടക്കുന്നതും 20-ലധികം ആളുകൾ കഴിഞ്ഞ കുറേ ദിവസത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ മാത്രം പിടിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തത്. ഇതിനിടയിൽ നുഴഞ്ഞു കയറിയ ഭീകരവാദ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയാണ് ഇനി പ്രധാനമായും കണ്ടെത്താനുള്ളത്. മുമ്പ് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലടക്കം ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോയിട്ടുണ്ട് ഈ ഭീകരവാദ ബന്ധമുള്ള നിരവധി ആളുകളെ. അത്തരത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആളുകൾ പിടിയിലാകുന്നത്. സാധാരണ നിലയിൽ നുഴഞ്ഞു കയറിയെത്തി ഇവിടെ മറ്റേതെങ്കിലും ജോലികളിൽ വ്യാപൃതരാകുന്ന ആളുകളല്ല, മറിച്ച് ഇവിടെ നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ പലതിൻ്റെയും സ്ലീപ്പർ സെല്ലുകൾ, പല ഭീകരവാദ ഗ്രൂപ്പുകളുടെയും സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഈ ഭീകര സംഘടനയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭീകരവാദികൾ, നുഴഞ്ഞു കയറിയെത്തിയ ഭീകരവാദികൾ എന്ന് പറയുന്നത്. അവർക്ക് ഇവിടെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ മാറിയോ എന്നാണ് സംശയം. എന്നാലും ബംഗ്ലാദേശി ഭീകര സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. IB ഏറ്റവും പ്രധാനപ്പെട്ടവരുമാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.